Hi friends, welcome back to our channel. അപ്പോൾ വീണ്ടും ചക്കയുടെ കാലമൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ ചക്കയൊക്കെ മൂത്തും പഴുത്തും ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചക്കയുടെ കാലമൊക്കെ ആകുമ്പോൾ എല്ലാ വീടുകളിലും തന്നെ ചക്കക്കുരു മാങ്ങയും അങ്ങനെയുള്ള പഴയകാല കറികളൊക്കെ ഉണ്ടാക്കാറുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് ചക്കക്കുരു മാങ്ങയും ഉള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മുരിങ്ങാക്കോലും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ചക്കക്കുരു മാങ്ങയും മുരിങ്ങാക്കോലും ചെമ്മീനും ഒക്കെ കൂടെ കൂടിയിട്ടിട്ടുള്ള ഒരു കറിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണേണ്ടവർക്ക് അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഈ രണ്ട് കറികളും ടേസ്റ്റിലൊക്കെ ആണെങ്കിലും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 20 ചക്കക്കുരു ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് അങ്ങോട്ട് തൊണ്ടൊന്നും കളയണ്ട കേട്ടോ. ഇത് ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ ബ്രൗൺ കളർ ആ ഒരു ഇതുണ്ടല്ലോ, അത് ഒരുപാട് കളയാണ്ടിരിക്കണതാണ് കേട്ടോ നല്ലത്. പിന്നെ ഒരു 3-4 മുരിങ്ങാക്കോലും എടുത്തിട്ടുണ്ട്. ഈ മുരിങ്ങാക്കോലൊക്കെ ഇവിടെ ഉണ്ടായിരിക്കണം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം അങ്ങോട്ട് ആവശ്യത്തിലധികം അങ്ങോട്ട് ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്തുക കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ കഴുകി ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നിരപ്പിനായിട്ടാണ് വെള്ളം ഒഴിച്ചു വെച്ചിരുന്നത്. അപ്പോൾ ഇനി നമുക്കിത് വേവിക്കാനായിട്ട് അടുപ്പിലിട്ട് വയ്ക്കാം. ഇനി ഇത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്കിതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ അരച്ചെടുക്കണം. ചക്കക്കുരുവിനും മുരിങ്ങാക്കോലിനും ഏകദേശം ഒരു വേവാണ്. അപ്പം അതുകൊണ്ടാണ് അത് രണ്ടും ഒന്നിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇത് വെന്തതിന് ശേഷം വേണം നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. നല്ല ജീരകം കണ്ടു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 ചുവന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 3ഉം കൂടെ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിക്കോളും. ഒരുപാട് മേളിലിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അരയാൻ പ്രയാസമായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിത് അടുത്തത് ഇതുപോലത്തെ ഒരു മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് അധികം പുളിയില്ല, എന്നാൽ പുളിയുണ്ട്. അങ്ങനത്തെ ടൈപ്പ് മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പുളിയൊക്കെ ഉള്ളതാണെങ്കിൽ അതനുസരിച്ച് മാങ്ങ അരിഞ്ഞ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു മാങ്ങയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചക്കക്കുരു ഒക്കെ വെന്തിട്ടുണ്ട്, അതിൽ മുരിങ്ങാക്കോലൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട് കേട്ടോ. വെള്ളം വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ചേർക്കണത് മുളക് പൊടിയാണ് കേട്ടോ. 1 ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർക്കണുണ്ട്. അപ്പോൾ ഈ മുളക് പൊടി ചേർക്കണത് ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് പച്ചമുളക് അരയ്ക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളൊരു തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 2-3 പച്ചമുളക് ഇട്ടിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടം മുളക് പൊടി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് മുളക് പൊടി ഇട്ടെടുത്തത് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം കുറവാണെങ്കിൽ വെള്ളം കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് വെന്തിട്ടുണ്ടാവും കേട്ടോ. മാങ്ങയ്ക്കൊക്കെ അത്രയും വേവുള്ളൂ. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇത് മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകി ഒഴിക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ആ ഒരു കൊഴുപ്പൊക്കെ എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അതുപോലെ എരിവ് കൂടുതലൊക്കെ വേണമെന്നുള്ളവർക്ക് എരിവ് കൂടുതലൊക്കെ ചേർക്കാം കേട്ടോ. ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് കുറച്ച് എരിവ് മതി. അപ്പോൾ ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് ഒന്ന് തിളച്ച് തുടങ്ങിയപ്പോഴത്തേനും ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ അത്ര മതി. അപ്പോൾ ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി താളിച്ചത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതങ്ങനെ ചക്കക്കുരു മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.